പുത്തുമലയിലും കവളപ്പാറയിലും മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ വലിയ ദുരന്തമുണ്ടായപ്പോൾ നമ്മളത് ദുരന്തമായി കണ്ട് അങ്ങനെ ജീവിക്കുകയാണ്. ദുരന്തമായി കണ്ടു. പക്ഷെ ആ ദുരന്തത്തിന്റെ ഭീകരത എത്രത്തോളമെന്ന് നമുക്കറിയില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു ആയുസ് മുഴുവൻ അല്ലെങ്കിൽ അതുവരെയുള്ള അവരുടെ ആയുസ്സിൽ സമ്പാദിച്ചിട്ടുള്ള മുഴുവൻ സമ്പാദ്യവും എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അത് മുഴുവൻ, അവരുടെ വസ്തുവകകൾ, കിടപ്പാടം, വീട് അടക്കം മുഴുവൻ എല്ലാം അടക്കം സകല സമ്പത്തും ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രം, അതായത് ഉടുവസ്ത്രം മാത്രം ബാക്കിയായി ആകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് ആ അവസ്ഥയിൽ എത്തുന്നവന് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാനെങ്കിലും നിൽക്കണം. ആ ഒരു അവസരത്തിൽ അവരുടെ ദുരിതം കാണുകയെങ്കിലും വേണം. ഇതൊന്നും ചെയ്യാതെ ദൂരെ നിന്ന് വീഡിയോ ചെയ്യുന്ന ഞാനും അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളും അതിന്റെ ഭീകരത മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അത്രത്തോളം ഭീകരമാണത്. ആ ഭീകരാവസ്ഥയാണ് പുത്തുമലയിലും കവളപ്പാറയിലും മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നമ്മൾ അനുഭവിച്ചത്, നമ്മൾ കണ്ടറിഞ്ഞത് അല്ലെങ്കിൽ കേട്ടറിഞ്ഞത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ കൈ മെയ് മറന്ന് ഒരുമിച്ചത്. ആ സമാഹരണവും അവരുടെ സഹായഹസ്തവും വേണ്ട സമയത്ത് വേണ്ടതുപോലെ എത്തിയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അത് മലയാളികളുടെ കഴിവുകേട് എന്നേ പറയാൻ പറ്റും. അത് ഈ വീഡിയോയിൽ എന്തായാലും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഏതാണ്ട് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഉത്തരാഖണ്ഡിൽ ധാരാളിയിൽ സംഭവിച്ചത്. ഒരു ഗ്രാമം ഒന്നാകെ സെക്കൻഡുകൾ കൊണ്ട് ഒലിച്ചു പോയി എന്നുള്ളതാണ്. സെക്കൻഡുകൾ കൊണ്ട്. നിങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ കാണുമ്പോൾ. അവരുടെ ജീവിത സമ്പാദ്യം അതുവരെ സമ്പാദിച്ചത് മുഴുവൻ, അവരുടെ വീടടക്കം എല്ലാം നോക്കൂ, സെക്കൻഡുകൾ കൊണ്ടാണ് അവർക്ക് ഇല്ലാതായത്. ഒന്നുമല്ലാതായി തീർന്നത്. മേഘവിസ്ഫോടനം എന്നാണ് ഇതിനെ പേര് വിളിക്കുന്നത്. അപ്പോൾ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ എന്തോ ബോംബിടുന്നതാണോ എന്താണോ എന്നൊരു പക്ഷേ പലർക്കും സംശയമുണ്ടാകും. വളരെ ചെറിയ അളവിൽ ഉള്ള ഒരു സ്ഥലം, വളരെ കുറഞ്ഞ ഒരു സ്ഥലം, ആ സ്ഥലത്ത് അതിഭീകരമായ അവസ്ഥയിൽ മഴ പെയ്യും. ഒരു മണിക്കൂറിൽ 100 mm വരെ 100 മില്ലിമീറ്റർ വരെ മഴ പെയ്യും. അത്രയും വലിയ ഭീകരമായ ഒരു മഴ, 7 മില്ലിമീറ്റർ 8 മില്ലിമീറ്റർ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. കാലാവസ്ഥാ പ്രവചകർ പറയുന്ന നമുക്കറിയാം. ഇത്ര മില്ലി അല്ലെങ്കിൽ 6 മില്ലിമീറ്റർ മഴ പെയ്തു, 4 മില്ലിമീറ്റർ മഴ പെയ്തു, 3 മില്ലിമീറ്റർ മഴ പെയ്തു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് 100 മില്ലിമീറ്റർ മഴ, അതും കുറഞ്ഞൊരു പ്രദേശത്ത്, മലമ്പ്രദേശങ്ങളിലാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നത്, പർവ്വത പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ താഴ്വാരങ്ങളിൽ താമസിക്കുന്നവർക്ക് വലിയ അപകടമായിരിക്കും. ശ്രദ്ധ എപ്പോഴും വേണം. വലിയ മഴയും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷെ ഒരു മിന്നൽ പ്രളയം അതവർ പ്രതീക്ഷിക്കില്ലല്ലോ. കാരണം എത്രയോ കാലങ്ങളായി പുഴയുടെ ഓരത്ത് അല്ലെങ്കിൽ അതിന്റെ സമീപത്തൊക്കെ ആ മലയോരത്ത് അവർ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ടാണ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം പോയത്. ആൾക്കാർക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല. നമ്മൾ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട് പലരും ഓടി മാറാൻ ശ്രമിക്കുന്നത്, മറുകരയിൽ നിന്ന് ആൾക്കാർ കൂക്കി വിളിക്കുന്നത്, മാറിപ്പോകാൻ ഓടിപ്പോകാൻ ആവശ്യപ്പെടുന്നത്. പക്ഷെ അത്തരത്തിൽ ഓടി മാറാനോ പായാനോ ഒന്നും ഒരു അവസരം അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ പ്രകൃതിയിൽ മനുഷ്യന്റെ ഇടപെടലുകൾ, ഇപ്പോൾ നടക്കുന്ന ഇടപെടലുകൾ, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യം തന്നെ ആലോചിക്കാം. മണൽവാരൽ നിരോധിച്ചിട്ട് കാലം കുറയായി. അതിനുശേഷം ഇവിടെ ദുരിതങ്ങളും വെള്ളപ്പൊക്കവും അധികരിച്ചു. സത്യത്തിൽ മണൽവാരി മലയെ അവിടെ നിലനിൽക്കാനാണ് സഹായിക്കേണ്ടത്. പക്ഷേ കൈക്കൂലി, കോഴ, അതുപോലെ പല പല കാര്യങ്ങൾ. ഇത് നമ്മുടെ ഇവിടെ മാത്രമല്ല, രാജ്യത്തുടനീളം അത്തരം സംഭവങ്ങൾ ഉണ്ടാവും. അതായത് ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഇത്തരത്തിൽ കൈക്കൂലിയും കോഴയും ഒക്കെ ആവശ്യപ്പെട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായും പ്രകൃതി അവർ കാണില്ല. അതിന്റെ ഫലമാണ് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം പുറമെയാണ് ഇത്തരത്തിൽ നടക്കുന്ന മേഘവിസ്ഫോടനങ്ങൾ. സ്വാഭാവികമായും കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവും. ആ വ്യതിയാനം നമ്മുടെ തന്നെ പ്രദേശങ്ങളിൽ മഴയായും വെയിലായും വരൾച്ചയായും ഒക്കെ അനുഭവപ്പെടും. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ധാരാളി ഗ്രാമം തന്നെ ഇല്ലാത്തൊരവസ്ഥയായി. ഇനി ആ ചെളി മാറി ആ ഗ്രാമം പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഒരു മലയിലുള്ള മുഴുവൻ ചെളിയും വെള്ളവും ആ കെട്ടിടങ്ങളെ മുഴുവൻ മൂടിക്കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് ധാരാളം ഇത്തരത്തിലുള്ള മേഘവിസ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. എന്തോ നമ്മുടെ ഇന്ത്യയിൽ അത് കൂടി വരുന്നുണ്ട്. അപകടമാണ്, എന്ത് കാരണത്താലാണ് ഇത് കൂടി വരുന്നത് എന്നുള്ള പഠനവും പ്രതിവിധിയും മനുഷ്യൻ നമ്മളാണ് മാറേണ്ടതുണ്ടെങ്കിൽ അത് മാറേണ്ടത് അത്യാവശ്യമാണ്. ജമ്മു കാശ്മീരിൽ 2025 ജൂലൈയിൽ പൂഞ്ച് ജില്ലയിലാണ് ഒരു മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വളരെ ശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടായി. വീടുകൾ, റോഡുകൾ ഒക്കെ ഒലിച്ചുപോയി, കേടുപാടുകൾ സംഭവിച്ചു. വളരെ വലിയ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടത്തിയത്. ഒരുപാട് പേരെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു, ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു. ആ ഒരു ഗ്രാമം ഒപ്പാടെ ഇല്ലാതെ ആകുന്ന ഒരവസ്ഥയുണ്ടായി. ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചതും ജൂണിൽ സംഭവിച്ചത് തന്നെ. 2025 ജൂണിൽ, ഈ കഴിഞ്ഞ മാസമാണ് സംഭവിച്ചത്. കുളു ജില്ലയിൽ ഇതുപോലെ മേഘവിസ്ഫോടനം ഉണ്ടായി. ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം പലതും ഉണ്ടായി. അതൊക്കെ ഒരു സൂചനയാണ്. ആ സൂചന
നമ്മൾ പറയുമല്ലോ, സിന്ദാബാദ് വിളിക്കുന്ന ഒരു സൂചന കണ്ട് പഠിച്ചില്ലെങ്കിലെന്ന്. സത്യത്തിൽ പ്രകൃതി നമുക്ക് ചില സൂചനകൾ തരുന്നുണ്ട്. ആ സൂചനകൾ നമ്മൾ കണ്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഈ ഉത്തരാഖണ്ഡിലെ മണ്ണിടിച്ചിൽ തുടങ്ങുന്നത് ഇപ്പോഴല്ല. 2024 അവസാനം 2025 ആദ്യമായിട്ട് ഇപ്പോൾ ചമോലി ജില്ലയിൽ ഒരു വലിയ ഒരു മേഘവിസ്ഫോടനം നടന്നു. അന്ന് നദികൾ കരകവിഞ്ഞൊഴുകി, വീടുകൾ ഒരുപാട് തകർന്നു, ഒരുപാട് പേർക്ക് പരിക്ക് സംഭവിച്ചു. മരണം സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് റിപ്പോർട്ടില്ല. കാരണം പുറത്ത് കിട്ടുന്ന ബോഡികൾ, ആ ബോഡിയെക്കുറിച്ച് മാത്രമേ നമ്മൾ മരണം കണക്ക് കൂട്ടാറുള്ളൂ. കാണാതാകുന്നവരെ കുറിച്ച് യാതൊരു വിവരമില്ല. ഒരു കുടുംബം ഒന്നാകെ ഒലിച്ചു പോയി കഴിഞ്ഞാൽ, ഒരു കുടുംബം ഒന്നാകെ മണ്ണിനടിയിലായി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കുടുംബം ഉണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ. അത് കണക്കിൽ വരാറില്ല സാധാരണഗതിയിൽ. നമുക്ക് ശ്രദ്ധിക്കാൻ തൽക്കാലം കാലാവസ്ഥ മുന്നറിയിപ്പുകളും അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വിളിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി അടിയന്തരമായിട്ടുള്ള നമ്പറൊക്കെ കയ്യിൽ സൂക്ഷിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ നിസ്സഹായനാണ്. ഇത്തരത്തിലുള്ള ദുരിതങ്ങളും കാണുമ്പോഴാണ്, അപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മളൊക്കെ തമ്മിലടിക്കേണ്ടവരല്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ, കറുത്തവനെന്നും വെളുത്തവനെന്ന പേരിൽ, ജാതിയിൽ ഉയർന്നവൻ്റെയും താഴെയുള്ളവനെന്ന പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ എന്തിനാണ്? ഒരടിയുമില്ല. അവിടെ ചമോലിയിൽ തകർന്നവരും ഇപ്പോൾ ധാരാളിയിൽ മണ്ണിനടിയിലായവരും എല്ലാ മതസ്ഥരുമുണ്ട്. ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരും മണ്ണിനടിയിലായി കഴിഞ്ഞു. 50 പേരെന്ന് പറയുന്നുണ്ട്. ആ മണ്ണൊലിച്ചുപോയ ഭീകര പ്രദേശങ്ങൾ കണ്ടാൽ മനസ്സിലാവും. സെക്കൻഡുകൾ കൊണ്ടാണ് ആ കെട്ടിടങ്ങൾ അപ്പാടെ മൂടിക്കളഞ്ഞത്. ആർക്കും ഓടിമാറാൻ കഴിഞ്ഞില്ല. ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും. ഏത് വിധേനയും ഇന്ത്യയെ അടിച്ചമർത്താൻ നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കണ്ണു മൂടാൻ ഒരുപക്ഷെ മരണനിരക്കും അതുപോലെ പരിക്കിൻ്റെ നിരക്കും കാണാത്തവരുടെ നിരക്കും ഒക്കെ നമ്മൾ പറയും, കുറച്ച് പറയും, സ്വാഭാവികം. പക്ഷേ ഭീകര ദുരന്തം എന്ന് പറയുന്നത് അത് ദുരന്തം തന്നെയാണ്. നമ്മൾ അതിജീവിച്ചേ പറ്റൂ. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യനായി പരസ്പരം സഹകരിച്ച് സൗഹൃദത്തോടെ ജീവിച്ചാൽ അത്രയും സമാധാനം. Different angles. Don't forget to subscribe and support this channel.